ഹായ് ഓൾ, വെൽക്കം ടു ഫാമിലി ഫുഡ് കോർട്ട്. ഞാൻ സ്നേഹ റെനുമോൻ. ഇന്നിവിടെ ഹോം മെയ്ഡ് വീറ്റ് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, നല്ലെണ്ണ ആവശ്യത്തിന്, 10 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 5 വറ്റൽമുളക്, ഇത് അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ്, 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് യൂസ് ചെയ്യാം, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 മുട്ട കഴിക്കാത്തവർ മുട്ട ഒഴിവാക്കാം. പിന്നെ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം 3 കളർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻസ്, ഇതെല്ലാം ആവശ്യത്തിനെടുക്കാം. ആദ്യം തന്നെ നൂഡിൽസിനുള്ള മാവ് റെഡിയാക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയിൽ 1 മുട്ടയും ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ഒഴിവാക്കി ഉപ്പും അല്പം എണ്ണയും വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. എണ്ണ കൂടുതലായി കഴിഞ്ഞാൽ മാവ് പീച്ചെടുക്കുമ്പോൾ നൂല് പൊട്ടിപ്പോവും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഈ പൊടി കൈകൊണ്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നൂഡിൽസ് പൊട്ടിപ്പോവും. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പീച്ചെടുക്കാനും കഷ്ടമായിരിക്കും. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ പൊതിഞ്ഞ് 30 മിനിറ്റ് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ മാവിനൊരു വലിവ് കിട്ടും. അതുകൊണ്ട് തന്നെ നൂഡിൽസ് കുറച്ചും പൊട്ടാതെ കിട്ടും. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ മൈദയുടെ പോലെ ഒത്തിരി വലിവ് കിട്ടില്ല. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പൊട്ടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. ഇനി മാവ് ഒന്നുകൂടെ നന്നായി കുഴച്ച ശേഷം സേവനാഴിയിൽ മാവ് തിളച്ച വെള്ളത്തിലേക്ക് പീച്ചിടണം. ഞാനിവിടെ ഈ അച്ചാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പാൻ വെച്ച് വെള്ളം തിളച്ച ശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ പീച്ചിടണം. ഇതൊരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ നൂഡിൽസ് ഒക്കെ ഒന്ന് വെന്ത് വന്നു. ഇനി ഇത് വെള്ളത്തിൽ കോരിയെടുത്ത് മറ്റൊരു ബൗളിൽ തണുത്ത വെള്ളം എടുത്ത ശേഷം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നൂഡിൽസിനൊന്ന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ച് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. നൂലൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. അടുത്തത് നൂഡിൽസിനുള്ള സോസ് റെഡിയാക്കണം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കീറിയത് ഒന്ന് മൊരിയുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇട്ടൊന്ന് ഇളക്കിയ ശേഷം പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത പേസ്റ്റിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ 1 ടീസ്പൂൺ സോയ സോസും ചേർത്ത് നന്നായി ഇളക്കണം. അത് കഴിഞ്ഞ് ഇത് നൂഡിൽസിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഒന്ന് ഇട്ട് ഇളക്കിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഇളക്കി സോസൊക്കെ നൂഡിൽസിലൊന്ന് നന്നായി മിക്സ് ആയി വന്ന ശേഷം മാറ്റി വെക്കാം. അടുത്തതിന് നൂഡിൽസിൽ ഇട്ട് കൊടുക്കാനുള്ള മുട്ടയും പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കാം. ആദ്യം തന്നെ മുട്ട കൊത്തി പൊരിച്ചെടുക്കണം. അല്പം എണ്ണ ഒഴിച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് ഇത് നന്നായി കൊത്തി പൊരിച്ചെടുക്കണം. ഇപ്പൊ മുട്ട റെഡിയായി, ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് പാൻ വെച്ച് എണ്ണ ചൂടായ ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 20 സെക്കൻഡ് ഫ്ലാഷ് ചെയ്തെടുക്കണം. കൂടുതൽ നേരം വേവിക്കണ്ട. കുറച്ച് ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ്. ഇപ്പൊ പച്ചക്കറി ഒന്ന് ഫ്ലാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇതും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ലാസ്റ്റ് നൂഡിൽസ് ഇതിലേക്ക് ഇടാം. നൂഡിൽസ് നന്നായി ഇളക്കി കൊടുത്താൽ പച്ചക്കറിയൊക്കെ എല്ലായിടത്തും മിക്സായി വരണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് തറ്റം പരന്ന കൈയിലോണ്ട് ഇളക്കി കൊടുക്കുക. മെല്ലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നൂല് മുറിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. ഒരു പുളിപ്പിന് വേണ്ടിയാണ്.
ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ വീറ്റ് നൂഡിൽസ് റെഡിയായി. ഞാൻ കഴിച്ചു നോക്കി, നന്നായി വന്നിട്ടുണ്ട്. ആ ഗോതമ്പിൻ്റെ ഒരു ചൊവ്വയൊന്നും എടുക്കുന്നില്ല. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്